വളരെ അപകടകരമായ ഒരു അവസ്ഥാവിശേഷത്തിലേക്ക് സർവകലാശാല എത്തിച്ചേർന്നിരിക്കുകയാണ്. കുട്ടികളുടെ പ്രശ്നങ്ങളുടെ പേരിൽ സമരം ചെയ്തിരുന്നെങ്കിൽ അതിന് കാരണമുണ്ടായിരുന്നു. പക്ഷേ പ്രശ്നങ്ങളെ മറ്റൊരു തരത്തിൽ രാഷ്ട്രീയവൽക്കരിക്കുന്നതിന് തലത്തട്ടിലുള്ളവരോടുകൂടി ഉത്തരവാദികളാണ്. ഈ SFI DYFI നിന്ന് വന്ന ഒരു മെച്യൂരിറ്റി ഇല്ലാത്ത കുറേ പേരാണ് ഇപ്പോൾ ഈ സിൻഡിക്കേറ്റിലേക്ക് കയറുന്നത്. ഇപ്പോഴത്തെ അവരാണ് യൂണിവേഴ്സിറ്റിയുടെ സിൻഡിക്കേറ്റിനെ നിയന്ത്രിക്കുന്നത്. കുറച്ച് CPM അംഗങ്ങളായ സിൻഡിക്കേറ്റുകൾ ഒത്തുകൂടി അവരിൽ ഒരാളിനെ വൈസ് ചാൻസലർക്ക് പകരം ചെയർ ചെയ്യിച്ച് അവരൊരു തീരുമാനത്തിൽ നിന്ന് ഇദ്ദേഹത്തിൻ്റെ സസ്പെൻഷൻ പിൻവലിച്ചാണ്. അങ്ങനെ എവിടെയും കേട്ടുകേൾവിയുണ്ടോ? ഇത് ME ഗോവിന്ദൻ്റെ കൂടി അനുഗ്രഹാശിസോടു കൂടിയാണ് ഈ സമരം നടന്നത്. അതിന് പിന്നിൽ പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് ഗവൺമെൻറ് ഏറ്റവും കൂടുതൽ ക്ഷണിക്കപ്പെട്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ചാനലിലെല്ലാം കണ്ടതാണ്. പിള്ളേരെ ഇറക്കി വരുന്നു, അവരെ തിരിച്ചു കയറി വരുന്നു, വീണ്ടും കയറി പോകുന്നു, പോലീസ് നോക്കി നിൽക്കുകയാണ്. സർവകലാശാലകൾ, സഹകരണ മേഖല, ഇത് രണ്ടിലുമാണ് CPM എപ്പോഴും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. CPM ചെയ്യുന്നത് തന്നെയാണ് ഇപ്പുറത്ത് RSSO BJP ചെയ്യുന്നത്. അപ്പോൾ സംഖ്യയാണെന്ന് മുദ്ര കുത്തിച്ച് അവരെ മാറ്റി നിർത്തി ഇവരുടെ കാര്യങ്ങൾ സ്ഥാപിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. കാവി എന്ന് പറയുകയും അതിലൂടെ രൂപവൽക്കരിക്കുകയും ചെയ്യുന്ന ശ്രമമാണ് ഇവർ നടത്തുന്നത്. നമസ്കാരം. ഇക്കഴിഞ്ഞ ദിവസം സർവകലാശാലകളിൽ SFIയുടെ തേരോട്ടമാണ് നമ്മളെല്ലാവരും തന്നെ കണ്ടത്. സർവകലാശാലകളെ കാവ്യവൽക്കരിക്കുന്നു എന്ന് ആരോപിച്ചുകൊണ്ടായിരുന്നു SFIയുടെയും DYFIയുടെയും എല്ലാം തന്നെ പ്രതിഷേധം അരങ്ങേറിയത്. സത്യത്തിൽ ഈ സർവകലാശാലകളിൽ സംഘപരിവാർ വൽക്കരണമാണോ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് വൽക്കരണമാണോ നടക്കുന്നത്? ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ന് മറുനാടനോട് പ്രതികരിക്കുകയാണ് കേരള യൂണിവേഴ്സിറ്റി മുൻ സിൻഡിക്കേറ്റ് മെമ്പറും അതുകൂടാതെ സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ചെയർമാൻ കൂടിയായ ശ്രീ RS ശശികുമാർ. ഈ സർവകലാശാലകളിൽ വിദ്യാർത്ഥികൾക്കിടയിൽ രാഷ്ട്രീയമുണ്ട്. എന്നാൽ ഇത് സർവകലാശാലയ്ക്കുള്ളിലേക്കും രാഷ്ട്രീയം കത്തിപ്പടർന്നിരിക്കുകയാണ്. സത്യത്തിൽ ഇത് വിദ്യാഭ്യാസ മേഖലയെ ഏത് രീതിയിലാണ് ഇന്നത്തെ കാലത്ത് ബാധിച്ചിരിക്കുന്നത്? സർവകലാശാലയും മുൻകാലങ്ങളിൽ രാഷ്ട്രീയമുണ്ട്, വിദ്യാർത്ഥികൾക്കിടയിലും ശക്തമായ രാഷ്ട്രീയമുണ്ട്. പക്ഷേ വിദ്യാർത്ഥി രാഷ്ട്രീയം സർവകലാശാലയ്ക്ക് ഉള്ളിലേക്ക് കയറുന്നത് മുൻകാലങ്ങളിൽ വ്യത്യസ്തമായി ഇപ്പോഴാണ്. വളരെ അപകടകരമായ ഒരു അവസ്ഥാവിശേഷത്തിലേക്ക് സർവകലാശാല എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇതിന് പിന്നിൽ ഇന്ന് കേരളം ഭരിക്കുന്ന മുഖ്യ രാഷ്ട്രീയ പാർട്ടി ഉണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. അവരുടെ കൂടി ഒത്താശയോടു കൂടിയാണ് ഇന്ന് കേരളത്തിലെ എല്ലാ സർവകലാശാലകളിലും ഈ പ്രക്ഷോഭം അരങ്ങേറുന്നത്. കേരള സർവകലാശാല മാത്രമല്ല, കാലിക്കറ്റിൽ, സംസ്കൃത സർവകലാശാലയിൽ, കണ്ണൂർ, ഈ 4 സർവകലാശാലയിലും വിദ്യാർത്ഥി പ്രക്ഷോഭമാണ്. ആ പ്രക്ഷോഭത്തിൻ്റെ കാരണം നോക്കിക്കഴിഞ്ഞാൽ വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങളല്ല. വിദ്യാർത്ഥികളുടെ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. ഈ 4 കൊല്ലത്തെ കോഴ്സിന് വേണ്ട സിലബസുകളായിട്ടില്ല. പരീക്ഷാ ഫീസ് കുത്തനെ വർദ്ധിപ്പിച്ചിരിക്കുന്നു. അതേപോലെ തന്നെ ട്യൂഷൻ ഫീസുകൾ വർദ്ധിപ്പിച്ചിരിക്കുന്നു. കുട്ടികളുടെ പ്രശ്നങ്ങളുടെ പേരിൽ സമരം ചെയ്തിരുന്നെങ്കിൽ അതിന് കാരണമുണ്ടായിരുന്നു. പക്ഷേ പ്രശ്നങ്ങളെ മറ്റൊരു തരത്തിൽ രാഷ്ട്രീയവൽക്കരിക്കുന്നതിന് തലത്തട്ടിലുള്ളവരോടുകൂടി ഉത്തരവാദികളാണ്. ഇപ്പോൾ കേരള സർവകലാശാലയിലാണ് ഇത് ആദ്യം പൊട്ടിമുളച്ചത്. കേരള സർവകലാശാല തുടങ്ങിയത് ഈ ഭാരതാംബയുടെ ഒരു ചിത്രം സെൻട്രൽ വച്ചു എന്നുള്ളതിൻ്റെ പേരിലാണ്. വാസ്തവത്തിൽ അതൊരു അനാവശ്യമായ സമരമായിരുന്നു. ആ സമരം യൂണിവേഴ്സിറ്റി ഹാൾ അലോട്ട് ചെയ്യുകയും ഒരു പ്രൈവറ്റ് ഏജൻസി പാർട്ടിക്ക് കൊടുത്താണ്. അത് RSSോയുടെ ആഭിമുഖ്യമുള്ള ഒരു സംഘടനയാണ്. അവർ ഭാരതാംബയുടെ ചിത്രം വയ്ക്കുന്നു, ആ ചിത്രത്തിൽ കാവിക്കൊടി വച്ചു എന്നുള്ളതാണ് പരാതി. ഗവർണർ അവിടെ എത്തിയതിന് ശേഷമാണ് രജിസ്ട്രാറുടെ മുമ്പിൽ ചില സിൻഡിക്കേറ്റ് അംഗങ്ങൾ വന്ന് സമ്മർദ്ദം ചെലുത്തുന്നു. യാതൊരു കാരണവശാലും യൂണിവേഴ്സിറ്റിയിൽ ഈ ചിത്രം വയ്ക്കാൻ പാടില്ല. അങ്ങനെ ചിത്രം വയ്ക്കാൻ പാടില്ല എന്ന് ഒരു നിയമവുമില്ല. കാരണം ഹാൾ വാടകയ്ക്ക് കൊടുക്കുമ്പോഴേക്കും അവർക്ക് ഏത് ചിത്രം വയ്ക്കാം. മാത്രമല്ല ഇത് RSSുമായിട്ട് ആഭിമുഖ്യമുള്ള ഒരു സംഘടനയാണെന്ന് അറിഞ്ഞാണ് യൂണിവേഴ്സിറ്റി അലോട്ട് ചെയ്ത് പണവും വാങ്ങിച്ചിട്ട് അതിൻ്റെ ഫീസ്, സർവീസ് ചാർജും അതിൻ്റെ റെൻറ്റും ഒക്കെ വാങ്ങിയാണ് കൊടുത്തത്. അപ്പോൾ ഗവർണർ പങ്കെടുത്ത ഒരു പരിപാടി ഗവർണർ എത്തിച്ചേർന്ന് ഉടനെ തന്നെ ഗവർണറോട് സബോർഡിനേറ്റായ രജിസ്ട്രാർ റദ്ദാക്കുകയാണ്. അതിന് മുമ്പ് തന്നെ വൈസ് ചാൻസലറോട് ചോദിച്ചു എന്നാണ് പറയുന്നത്. ആ വൈസ് ചാൻസലർ ഇറങ്ങി നമ്മൾ അലോട്ട് ചെയ്തുകൊണ്ട് നടത്തിക്കോട്ടെ എന്ന് പറയും. പക്ഷേ വൈസ് ചാൻസലറുടെ നിർദ്ദേശം പോലും അവഗണിച്ചുകൊണ്ട് ഈ സിൻഡിക്കേറ്റിലെ ഈ SFI DYFI നിന്ന് വന്ന ഒരു മെച്യൂരിറ്റി ഇല്ലാത്ത കുറേ പേരാണ് ഇപ്പോൾ ഈ സിൻഡിക്കേറ്റിലേക്ക് കയറുന്നത്. ഇപ്പോഴത്തെ അവരാണ് യൂണിവേഴ്സിറ്റിയുടെ സിൻഡിക്കേറ്റിനെ നിയന്ത്രിക്കുന്നത്.
അപ്പോൾ അവരുടെ ആജ്ഞ അനുസരിച്ച് രജിസ്ട്രാർ ഇത് റദ്ദാക്കുന്നു. അവിടെയാണ് ഈ പ്രശ്നം സ്റ്റാർട്ട് ചെയ്യുന്നത്. കുറച്ച് വിദ്യാർത്ഥികളെ കൊണ്ട് ബഹളം ഉണ്ടാക്കുന്നു. അടുത്ത ദിവസം രജിസ്ട്രാറെ വൈസ് ചാൻസലർ സസ്പെൻഡ് ചെയ്യുന്നു. വൈസ് ചാൻസലർ സസ്പെൻഡ് ചെയ്യാനുള്ള അധികാരമുണ്ട്. കാരണം സിൻഡിക്കേറ്റിൻ്റെ അധികാരത്തിൽപ്പെട്ടതാണ് രജിസ്ട്രാറുടെ ശിക്ഷാ നടപടി. അപ്പോൾ വൈസ് ചാൻസലർക്ക് സിൻഡിക്കേറ്റ് കൂടാതിരിക്കുമ്പോഴത്തേക്കും സസ്പെൻഡ് ചെയ്യാനും ആ നടപടി എടുക്കാനും ഒക്കെ അധികാരമുണ്ട്. അതനുസരിച്ച് സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് മറ്റൊരാൾക്ക് ചാർജ് കൊടുക്കുകയും ചെയ്തു. ഇയാൾക്ക് ഇതിനെതിരായിട്ട് ഇയാൾ ഹൈക്കോടതിയിൽ പോയി. ഹൈക്കോടതി സ്റ്റേ കൊടുക്കാൻ പോയി. ഹൈക്കോടതി സ്റ്റേ അനുവദിച്ചില്ല. ഹൈക്കോടതി പറഞ്ഞ് വൈസ് ചാൻസലർക്ക് അധികാരമുണ്ട്, ആ അധികാരത്തിനകത്തു നിന്നാണ് ചെയ്തിട്ടുള്ളത്. വൈസ് ചാൻസലർ സസ്പെൻഡ് ചെയ്തോളൂ. അന്വേഷണത്തിന് സിൻഡിക്കേറ്റിനെ ചുമതലപ്പെടുത്തി. അപ്പോൾ അടുത്ത ദിവസം കോടതിയിൽ കൗണ്ടർ ഓഫറേറ്റ് കൊടുക്കണമെന്നുള്ളതുകൊണ്ട് വൈസ് ചാൻസലർ സിൻഡിക്കേറ്റ് യോഗം വിളിച്ചു കൂട്ടിയപ്പോഴേ കൗണ്ടർ ഓഫറേറ്റിനെ കുറിച്ചല്ല ചർച്ച ചെയ്യുന്നത്, അവരെല്ലാവരും കൂടി ഇദ്ദേഹത്തെ തിരിച്ചെടുക്കണമെന്ന് ആവശ്യപ്പെടുന്നു. കാരണം കോടതിയിൽ ചെന്നാൽ സ്റ്റേ കിട്ടില്ല. അപ്പോൾ കണ്ടെത്തിയ മാർഗം തിരിച്ചെടുക്കണം. അപ്പോൾ വൈസ് ചാൻസലർ അതിന് തയ്യാറായില്ല. യോഗം ഡിസോൾവ് ചെയ്തു. യോഗം ഡിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആർക്കും തന്നെ പിന്നെ യോഗം ചേരാനൊക്കില്ല. കാരണം സർവകലാശാല ആക്ട് അനുസരിച്ച് സിൻഡിക്കേറ്റ് യോഗം ചേരാനുള്ള അധികാരം, വിളിച്ചു കൂട്ടാനുള്ള അധികാരം വൈസ് ചാൻസലർക്ക് മാത്രമേ ഉള്ളൂ. അപ്പം ഇവർ വൈസ് ചാൻസലർ പുറത്ത് പോയതിന് ശേഷം കുറച്ച് CPM അംഗങ്ങളായ സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഒത്തുകൂടി അവരിൽ ഒരാളിനെ വൈസ് ചാൻസലർക്ക് പകരം ചേരുകയിച്ച് അവരൊരു തീരുമാനമെടുക്കുന്നു ഇദ്ദേഹത്തിൻ്റെ സസ്പെൻഷൻ പിൻവലിച്ചായിട്ട്. അങ്ങനെ എവിടെയും കേട്ടുകേൾവിയുണ്ടോ? അതനുസരിച്ച് ഒരു രജിസ്ട്രാറെ തിരിച്ചെടുത്തു. ആ കാര്യം കോടതിയെ അറിയിക്കുന്നു. ഞങ്ങൾ കേസ് പിൻവലിച്ചു എന്ന് പറയുന്നു. കോടതി പറഞ്ഞു പിൻവലിച്ചെങ്കിൽ പോയിക്കോളാൻ പറയുന്നു. അതിനനുസരിച്ച് പിന്നെ അത് തന്നെ പറയുന്നത് കോടതി അനുവദിച്ചു എന്നാണ്. കോടതി അനുവദിച്ചിട്ടില്ല. അയാൾ കേസ് കൊടുക്കുന്നു, കേസ് പിൻവലിക്കുന്നു. പിറ്റേ ദിവസം അയാൾ വന്ന് സീറ്റിൽ വന്നിരിക്കുന്നു. വൈസ് ചാൻസലർ സസ്പെൻഷനിലാണ്. ഇയാൾ പുറത്ത് പോകാൻ ആവശ്യപ്പെടുന്നു, പുറത്ത് പോകുന്നില്ല. അവിടെ ഒരു വല്ലാത്ത അനാർക്കിയല്ലേ. ഇങ്ങനെ ഒരു അനാർക്കി കേരളത്തിൻ്റെ 88 വർഷത്തിനകത്ത് കേരള സർവകലാശാലയിൽ സംഭവിച്ചിട്ടില്ല. അപ്പം നിയമം കയ്യിലെടുക്കുകയാണ്. അവിടെ കുറച്ച് സിൻഡിക്കേറ്റ് മെമ്പേഴ്സുണ്ട്, അവരും കൂടി നിയമം കയ്യിലെടുക്കുന്നു. ഇന്ന് സർവകലാശാല അക്ഷരാർത്ഥത്തിൽ സ്തംഭിച്ചിരിക്കുകയാണ്. ഈ കഴിഞ്ഞ ദിവസം ഈ SFIയുടെ പ്രതിഷേധ മാർച്ചിനെ തുടർന്ന് വളരെ രൂക്ഷമായ ഒരു അവസ്ഥയായിരുന്നു സർവകലാശാലയിലുണ്ടായത്. അതായത് ഉള്ളിലേക്കടക്കം പ്രവേശിക്കുന്നു. അതിനുശേഷം പോലീസ് ഇവരെ വലിച്ചിഴച്ച് സർവകലാശാല മുറ്റത്തേക്ക് ഇറക്കിയപ്പോൾ MV ഗോവിന്ദൻ മാഷ് അവിടെ പ്രത്യക്ഷപ്പെടുന്നു. ഇതിൽ നിന്നെല്ലാം എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഇത് MV ഗോവിന്ദൻ്റെ കൂടി അനുഗ്രാശിസോടു കൂടിയാണ് ഈ സമരം നടന്നത്. അതിന് പിന്നിൽ പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് ഗവൺമെൻറ് ഏറ്റവും കൂടുതൽ ക്ഷണിക്കപ്പെട്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇനിയിപ്പോൾ അങ്ങോട്ടുള്ള ദിവസങ്ങളാണ്. കാരണം ഒന്നാമത് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വളരെ മെച്ചമാണെന്ന് പറയുന്നു. ഇവിടെ പഠിക്കാൻ വിദ്യാർത്ഥികളില്ല. കഴിഞ്ഞ വർഷത്തെക്കാളും കുട്ടികളുടെ എണ്ണം കുറയുകയാണ്. അതിനിടെ ഇവിടെ ആരോഗ്യരംഗത്ത് ഞങ്ങൾ നമ്പർ 1 ആണെന്ന് പറയുന്നു. ആരോഗ്യത്തിൽ നമ്പർ 1 പറയുമ്പോഴാണ് കോട്ടയത്തെ സംഭവം നടക്കുന്നു. ഇതെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. അതിനിടെ ഈ സ്വന്തം ജീവൻ രക്ഷിക്കാനായിട്ട് വിദഗ്ധ ചികിത്സയ്ക്ക് വേണ്ടി നമ്മുടെ മുഖ്യമന്ത്രി അമേരിക്കയിലേക്ക് പോകുന്നു. ഇതും ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. അതിനിടയ്ക്ക് നമ്മുടെ കീം പരീക്ഷ, എൻജിനീയറിംഗ് പരീക്ഷ ഈ രീതിയിൽ അവതാളത്തിലായ ഒരു കാലഘട്ടം ഉണ്ടായിട്ടുണ്ടോ? അപ്പോൾ ഇതിൽ നിന്നൊക്കെ ജനശ്രദ്ധ തിരിച്ചുവിടാൻ ഇവർ കണ്ടിയ ഒരു മാർഗ്ഗമാണ് വിദ്യാർത്ഥി പ്രക്ഷോഭം, കേരളം മുഴുവൻ വിദ്യാർത്ഥി പ്രക്ഷോഭം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേരളത്തിൽ മാത്രമല്ല, ഇദ്ദേഹം അവിടെ എത്തിച്ചേരുമ്പോൾ അതിൻ്റെ അർത്ഥം വെച്ചാൽ അദ്ദേഹത്തിൻ്റെ അറിവും സമ്മതത്തോടും കൂടിയാണ് ആ പ്രക്ഷോഭം നടന്നത്. വിദ്യാർത്ഥികൾ പരീക്ഷാ വിഭാഗത്തിൽ കടന്നു കയറി. മുൻപ് ക്യാമ്പസിനകത്തോട് കിടക്കാതിരിക്കാൻ തടഞ്ഞു വയ്ക്കാൻ പോലീസിനെ പറ്റുമല്ലോ. പോലീസ് നമ്മൾ ചാനലിലെല്ലാം കണ്ടതാണ്. പിള്ളേരെ ഇറക്കി വരുന്നു, അവരെ തിരിച്ചു കയറി വരുന്നു, വീണ്ടും കയറി പോകുന്നു, പോലീസ് നോക്കി നിൽക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു വലിയൊരു നാടകം അവിടെ നടത്തി. തിരിച്ച് അവിടെ രാജ്ഭവൻ്റെ മുമ്പിലും ഇതേപോലെയുള്ള ഒരു നാടകം അരങ്ങേറി. അവിടെ ഈ ബാരിക്കേഡൊക്കെ മറിച്ചിട്ടിട്ട് പ്രസംഗിക്കുന്നു. ഉടൻ തന്നെ പോലീസ് ബ്യൂഗിൾ മുഴക്കുന്നു. അതിനുശേഷം ടിയർ ഗ്യാസ് പ്രയോഗിക്കാൻ പോവുകയാണെന്നുള്ള ചുവന്ന ബാനർ എടുത്ത് നോക്കി കാണിക്കുന്നു. വീണ്ടും അനൗൺസ് ചെയ്യുന്നു. ഇപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ നെടുമുടി വേണു പറയുന്ന പോലെ തേങ്ങ പൊട്ടുമെന്ന് പറയുന്ന പോലെ ഇപ്പോൾ പൊട്ടും എന്ന് പറഞ്ഞാൽ എല്ലാവരും നോക്കി, ഒന്നും പൊട്ടിയില്ല, എല്ലാവരും ഇറങ്ങിപ്പോയി. അവിടെ SFIയുടെ ഒരു വിദ്യാർത്ഥി നേതാവ് നമ്മുടെ ആർഷോയെക്കാളും വളരെ മോശമായ ഭാഷയിൽ അവിടെ എന്തൊക്കെ പ്രസംഗിക്കുന്നത് കണ്ടു. ഒരു പുതിയ നേതാവ് ഉയർത്തെഴുന്നേറ്റ് വന്നതിൻ്റെ തുടക്കമായിരുന്നു രാജ്ഭവൻ്റെ മുമ്പിൽ നിന്ന്. അതൊക്കെ നടന്നോട്ടെ. പക്ഷേ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗം തകർത്തതിൻ്റെ തുടക്കം കുറിച്ചത് ഈ കഴിഞ്ഞ ഈ സമരത്തോടുകൂടിയാണ്. അപ്പോൾ ആണ് ഇത് ആസൂത്രിതമായ ഒരു വിദ്യാർത്ഥി പ്രക്ഷോഭമാണ്. ഈ ഒരു വശത്ത് ഇടതുപക്ഷം പറയുന്നു ഇതൊരു കാവ്യവൽക്കരണമാണ്, സർവകലാശാലയെ കാവ്യവൽക്കരിക്കാനുള്ള ശ്രമമാണ്.
മറുവശത്ത് പറയുന്നു ഇത് കമ്മ്യൂണിസ്റ്റ് വൽക്കരിക്കാനുള്ള ശ്രമമാണ്. സത്യത്തിൽ ഈ ഇന്നത്തെ സാഹചര്യത്തിൽ സർവകലാശാലകളിൽ എന്താണ് സംഭവിക്കുന്നത്? കാര്യം ഇതിനകത്ത് ഈ CPM-നെ സംബന്ധിച്ചിടത്തോളം സർവകലാശാലകളെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു പരിപാടി അവർക്കില്ല. അവർ ഏറ്റവും കൂടുതൽ സർവകലാശാലകൾ, സഹകരണ മേഖല, ഇത് രണ്ടിലുമാണ് CPM എപ്പോഴും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. സർവകലാശാല കയ്യിൽ വരുമ്പോഴത്തേക്കും ഒരു വലിയ ജനതയും വിദ്യാർത്ഥികളും അധ്യാപകരും ബൗദ്ധിക പ്രതിഭകളും എല്ലാവരും അവരോടൊപ്പം നിൽക്കും. സഹകരണ മേഖല വഹിക്കുമ്പോഴത്തേക്കും സാമ്പത്തികമായ തിരിമറി ഉൾപ്പെടെയുള്ള നടത്താനായിട്ട് മറ്റൊരു മേഖല. ഈ രണ്ട് മേഖലയും കൂടെ സാംസ്കാരികവും. ഇതിൽ ഏറ്റവും കോൺഗ്രസ്സോ മറ്റ് കക്ഷികളൊന്നും തന്നെ ഇത്രയും അതിൽ ശ്രദ്ധ വയ്ക്കുന്നില്ല. അപ്പോൾ ഈ സർവകലാശാലകളെ ചുവപ്പുവൽക്കരിക്കുന്നത് കഴിഞ്ഞ പിണറായി സർക്കാർ വന്നത് മുതൽ തുടങ്ങിയാണ്. അപ്പോൾ ഇപ്പോഴും ഗവർണർ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഗവർണർ സ്വാഭാവികമായിട്ടും BJP-യുടെയും RSS-ൻ്റെയൊക്കെ അനുകൂലിയായിട്ടാണ്. അവരെ അവിടെ കാവ്യവൽക്കരണത്തിന് ശ്രമിക്കും, സ്വാഭാവികമാണ്. ഡൽഹിയിലും JNU ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളെല്ലാം ആൾമോസ്റ്റ് അവരും നേരത്തെ JNU എന്ന് പറയുന്നത് കോൺഗ്രസ് ഭരിക്കുന്ന കാലത്ത് തന്നെ 90% അവിടുത്തെ അധ്യാപകരെയും വിദ്യാർത്ഥികളെയും CPM ആയിരുന്നു. അതിനെ റിവേഴ്സ് ചെയ്തുകൊണ്ട് കൂടുതൽ തസ്തിക സൃഷ്ടിച്ച് ഇപ്പോൾ BJP കൈപ്പിടിയിലാക്കിയാണ്. അപ്പം ഇവർ രണ്ടുപേരും ഒരു കോയിൻ്റെ രണ്ട് വശങ്ങളാണ്. CPM ചെയ്യുന്നത് തന്നെയാണ് ഇപ്പുറത്ത് RSSO BJP ചെയ്യുന്നത്. അപ്പോൾ കേരളത്തിൽ കാവ്യവൽക്കരിക്കാനുള്ള ശ്രമം നടക്കുന്നു എന്നുള്ള പ്രചരണം അവർ കൊടുക്കുന്നു. ആ പ്രചരണം കൊടുക്കുന്നതിൻ്റെ പിന്നിൽ ലക്ഷ്യം അവർക്കുണ്ട്. പക്ഷേ അങ്ങനെ നടത്താനുള്ള ഒരു ഫുട്ടിങ് ഇന്ന് കേരളത്തിൽ BJP-ക്കോ RSS-നോ ഇല്ല. അവർക്ക് അതനുസരിച്ചുള്ള ആളുകളുമില്ല. അവിടെ വിദ്യാർത്ഥി സംഘടനയാവട്ടെ, അധ്യാപക സംഘടനയാകട്ടെ, ജനങ്ങളാകട്ടെ, ഇവിടെ കോൺഗ്രസും CPM-ഉമാണ് ശക്തി. അപ്പോൾ അതുകൊണ്ട് അവർക്കങ്ങനെ പെട്ടെന്ന് ഇവിടെ വന്ന് കടന്ന് സർവകലാശാല പിടിച്ചെടുക്കാൻ പറ്റില്ല. പക്ഷേ കാവ്യവൽക്കരണത്തിനുള്ള ശ്രമം ചെറുതായിട്ട് നടക്കും എന്നുള്ളതല്ലേ. പക്ഷേ അതിനെ പർവ്വതീകരിച്ച് കാണിക്കാനാണ് CPM ശ്രമിക്കുന്നത്. എന്തിനെന്ന് വെച്ചാൽ അതിലൂടെ കോൺഗ്രസ്സിനെ അവർക്കെതിരായിട്ട് നിർത്തുകയും CPM-നെ അനുകൂലമായിട്ട് നിർത്തുക എന്നുള്ള സ്ട്രാറ്റജിയാണ്. അപ്പോൾ ഇവർ ചെയ്യുന്നത് തെറ്റാണ്, CPM ചെയ്യുന്നത് തെറ്റാണ് എന്ന് കോൺഗ്രസ്സോ പ്രതിപക്ഷ നേതാവോ പറഞ്ഞു കഴിഞ്ഞാൽ ഉടൻ തന്നെ അദ്ദേഹം സംഖ്യയാണ് എന്ന് പറയും മുദ്ര കുത്തും. അപ്പോൾ സംഖ്യയാണെന്ന് മുദ്ര കുത്തിച്ച് അവരെ മാറ്റി നിർത്തി ഇവരുടെ കാര്യങ്ങൾ സ്ഥാപിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. പക്ഷേ ഞാൻ ഈ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് പരിശോധിച്ചപ്പോൾ ഇവർ കേരളത്തിലെയും കാലിക്കറ്റിലെയും സിൻഡിക്കേറ്റ് 1-2 പേരെ സെനറ്റിലും സിൻഡിക്കേറ്റിലും കയറ്റി എന്നുള്ളത് ഒഴിച്ചാൽ ഇവിടുത്തെ ഇപ്പോൾ നടത്തിയ വൈസ് ചാൻസലർമാരുടെ നിയമനങ്ങളൊക്കെ പരിശോധിച്ചപ്പോൾ 14 സർവകലാശാലകൾ 13 സർവകലാശാലകളും താൽക്കാലിക VC-മാരാണ്. അതിൽ 4 പേര് കോൺഗ്രസ് അനുഭാവികളാണ്, 4 പേര് CPM അനുഭാവികളാണ്. ബാക്കിയുള്ളവർ മാത്രമാണ് BJP അനുഭാവികളായിട്ടുള്ളത്. ഈ അനുഭാവികളെന്ന് പറഞ്ഞാൽ ഇവരെല്ലാവരും വൈസ് ചാൻസലർ ആവാൻ ഫുള്ളി ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർ തന്നെയാണ്. ഞാൻ അവരെ യോഗ്യതയെ കുറിച്ചൊന്നും പറയല. പക്ഷേ അപ്പോൾ എങ്ങനെ കാവ്യവൽക്കരണമെന്ന് പറയാൻ കഴിയും? അപ്പം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനായാലും ഇപ്പോൾ നടത്തിയ ഈ വൈസ് ചാൻസലറായാലും വളരെ ബാലൻസ് ചെയ്ത് നടത്തിയപ്പോൾ അവസാനം നടത്തിയത് കുഫോസിലെയും ഫിഷറീസ് യൂണിവേഴ്സിറ്റി അവിടെയും മലയാള സർവകലാശാലയും അവിടെ രണ്ടും കേരള സർവകലാശാലയിലെ 2 സീനിയർ പ്രൊഫസർമാരെയാണ് നിയമിച്ചത്. ആ 2 സീനിയർ പ്രൊഫസർമാരും ഫുള്ളി ക്വാളിഫൈഡും എലിജിബിളാണ്, ഈ സ്ഥാനത്തിന് യോഗ്യരാണ്. പക്ഷേ അവർ രണ്ടുപേരും ഇവിടെയുള്ള ഒരു ഇടതുപക്ഷ അധ്യാപക സംഘടനയുടെ മെമ്പേഴ്സാണ് എന്ന് പറഞ്ഞാൽ അവർ വലിയ ഹാർഡ് കോറൊന്നും അല്ലെങ്കിലും ആ അധ്യാപക സംഘടനയിലെ അംഗങ്ങളാണ്. ഈ അടുത്ത കാലത്ത് അവർക്ക് രണ്ടുപേർക്കും കേരള സർവകലാശാലയിലെ അധ്യാപക സംഘടന, ഇടതുപക്ഷ അധ്യാപക സംഘടന വലിയൊരു സ്വീകരണം അറേഞ്ച് ചെയ്തിരുന്നു. അപ്പോൾ പിന്നെ കാവ്യവൽക്കരണമെന്ന് പറഞ്ഞു. അപ്പോൾ കാവ്യം എന്ന് പറയുകയും അതിലൂടെ ചുവപ്പുവൽക്കരിക്കാൻ ചെയ്യുന്ന ശ്രമമാണ് ഇവർ നടത്തുന്നത്. അതിലൂടെ സർവകലാശാലകളെ ആളുകളെ കോൺസെൻട്രേഷൻ മാറ്റി പിടിച്ചെടുക്കാനുള്ള ഒരു ശ്രമമാണ് CPM ഇവിടെ നടത്തുന്നത്. കാലിക്കറ്റ് സർവകലാശാലയിലും ഇതിപ്പോൾ തുടർന്നിരിക്കുകയാണ്. കാലിക്കറ്റിലും വളരെ നിസ്സാരമായ ഒരു കാര്യത്തിൻ്റെ പുറത്താണ് സമരം. പാലക്കാട് വിക്ടോറിയ കോളേജിൽ കഴിഞ്ഞ മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കഴിഞ്ഞ വർഷം KSU ലീഗിൻ്റെ ഉൾപ്പെടുന്ന UDF വിദ്യാർത്ഥി സംഘടനയോട് ചേർന്ന് സംഘടന പിടിച്ചെടുത്തു. യൂണിയൻ പിടിച്ചെടുത്തത് മുതൽ അവിടെ ആർഷോയുടെ വിഹാര കേന്ദ്രമാണ്. അദ്ദേഹത്തിന് അത് വലിയ ക്ഷീണമുണ്ട്. അദ്ദേഹത്തിൻ്റെ നാട്ടിൽ പാലക്കാട് കോളേജിൽ പോകാൻ അത് തിരിച്ച് പിടിച്ചെടുക്കുന്നതിന് കണ്ടെത്തിയ ഏറ്റവും വലിയ മാർഗം KSUവിൻ്റെ പ്രസിഡൻ്റായിട്ടുള്ള ഒരു പെൺകുട്ടി. ആ കുട്ടി ഇപ്പോൾ BSc സൈക്കോളജി ഫൈനൽ ഇയർ ആയിരുന്നു. ആ കുട്ടിയെ പ്രോജക്റ്റിന് മാത്രമായിട്ട് തോൽപ്പിച്ചു. ആലോചിക്കുക, തിയറി പേപ്പേഴ്സിനെല്ലാം മോർ ദാൻ 70% മാർക്ക്, പ്രോജക്റ്റിന് തോൽപ്പിച്ചു. 100 മാർക്കിനുള്ള പ്രോജക്റ്റ് തോൽപ്പിച്ചു. ഇവിടെ ആർട്സ് ഉൾപ്പെടെയുള്ളവർ ഒരു ദിവസം പോലും കോളേജിൽ കയറാതെ സെഷൻ മാർക്ക് 100 മാർക്ക് ഇരിക്കുമ്പോഴാണ് പ്രോജക്റ്റിന് മാത്രമായിട്ട് തോൽപ്പിച്ചു. കാരണം പ്രോജക്റ്റ് അവിടെയുള്ള ഒരു അധ്യാപികയെ കൊണ്ട് ജയിച്ചു, ഒരു ഗസ്റ്റ് അധ്യാപിക അവിടെ ഒരു ഹെഡ് വിളിച്ച് പറയുന്നതനുസരിച്ച് മാർക്ക് കുറച്ചിട്ടു.
ആ കുട്ടി പരാജയമായിട്ട് സർവകലാശാലയിൽ വരുന്നു. കാലിക്കറ്റ് സർവകലാശാലയിൽ ഭാഗ്യവശാൽ ഒരു CPM അനുഭാവി അല്ല വൈസ് ചാൻസലർ, അദ്ദേഹം ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഡോക്ടർ രവീന്ദ്രൻ. അദ്ദേഹം പരിശോധിക്കാനായിട്ട് എക്സാമിനേഷന് കൊടുത്തു. അതിനുശേഷം പിന്നെ ചെയർമാൻ കൊടുത്തു. അവരെല്ലാം പരിശോധിച്ച് പോയി കുട്ടിക്ക് മോർ ദാൻ 50% മാർക്ക് കിട്ടി. അപ്പോൾ ആ കുട്ടിയെ അതിനെ പരാജയപ്പെടുത്തുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആ കുട്ടിയെ ആത്മഹത്യയ്ക്ക് പ്രേരിപ്പിക്കുന്നതിന് തുല്യമാണ്. സിദ്ധാർത്ഥൻ്റെ വേറൊരു അനുഭവം ആ കുട്ടിക്ക് ഉണ്ടായിക്കൂടാന്നില്ല. അപ്പോൾ കുട്ടിയുടെ വർഷം നഷ്ടപ്പെടുത്തിയാലേ. അങ്ങനെ വരുമ്പോഴേക്കും അടുത്ത വർഷങ്ങളിൽ KSUവിനോടൊപ്പം നിന്ന് കഴിഞ്ഞാൽ എല്ലാവർക്കും ഇതായിരിക്കും അനുഭവം എന്നൊരു പാഠം അവിടെ കൊടുക്കുകയാണ്. അപ്പോൾ ഈ രീതിയിൽ സർവകലാശാലകളെയും കോളേജുകളെയും പിടിച്ചെടുക്കണമെങ്കിൽ സർവകലാശാലകളുടെ ആധിപത്യം SFIക്ക് ഉണ്ടാവണം, CPMനുണ്ടാവണം. അതിന് പറ്റിയ വൈസ് ചാൻസലർമാർ വേണം. അതിന് പറ്റിയ വൈസ് ചാൻസലർമാർ നിയമിക്കാതെ വരുമ്പോഴേക്കാണ് ഗവർണറുമായിട്ട് ഏറ്റുമുട്ടുന്നത്. അപ്പോൾ ഗവർണറെ സംബന്ധിച്ചോളം നിഷ്പക്ഷമായ രീതിയിൽ വൈസ് ചാൻസലർമാരെ നിയമിച്ചാൽ സർവകലാശാല മെച്ചപ്പെടും.